കോൺഗ്രസ് നേതാക്കൾക്കെതിരായ ഹരിയാനയിലെ സീറ്റ് കോഴ ആരോപണത്തിൽ രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുമ്പിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഹരിയാന മുൻ മഹിളാ കോൺഗ്രസ് നേതാവിന്റെ ഭർത്താവ് ഗൗരവ് കുമാർ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യുമെന്നാണ് ഭീഷണി. കോൺഗ്രസ് നേതാക്കളായ കെ.സി. വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, പ്രിയങ്ക ഗാന്ധി എന്നിവരടക്കം നേതാക്കൾക്കെതിരെയാണ് ആരോപണം. ഗൗരവ് കുമാറിനെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. വിവരങ്ങളുമായി ജിഷ്ണു ചേരുന്നു. ജിഷ്ണു, നേരത്തെ തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുമെന്ന് ഇയാൾ അറിയിച്ചിരുന്നു. ഇപ്പോൾ എന്താണ് വിവരങ്ങൾ? സ്വപ്ന, ഗൗരവ് കുമാറിനെ നിലവിൽ ഡൽഹിയിൽ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുൻപിൽ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യും എന്നുള്ളതായിരുന്നു ഈ ഗൗരവ് കുമാർ മാധ്യമങ്ങളെയും ഒപ്പം കോൺഗ്രസ് നേതാക്കളെയും എല്ലാം അറിയിച്ചത്. കാരണം നേരത്തെ ഹരിയാനയിൽ സീറ്റ് ലഭിക്കുന്നതിനായി 7 കോടി രൂപ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകി എന്നുള്ള ആരോപണമാണ് ഈ ഗൗരവ് കുമാർ മുൻപോട്ട് വെച്ചത്. അത് നിരവധി നേതാക്കൾക്ക് കെ.സി. വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർക്കെതിരെ എല്ലാം തന്നെ ഗൗരവ് കുമാർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഗൗരവ് കുമാറിന്റെ ഭാര്യ ഹരിയാനയിൽ മുൻ മഹിളാ കോൺഗ്രസിന്റെ നേതാവാണ്. ഭാര്യയ്ക്ക് സീറ്റ് നൽകുന്നതിനായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അസംബ്ലിയിൽ സീറ്റ് നൽകുന്നതിനായി ഇത്തരത്തിൽ നേതാക്കൾ പണം ആവശ്യപ്പെടുകയും തുടർന്ന് പണം നൽകിയെങ്കിലും സീറ്റ് നിഷേധിക്കുകയായിരുന്നു. സീറ്റ് നൽകിയില്ലെങ്കിൽ പണം തിരിച്ചു നൽകണം എന്നാവശ്യപ്പെട്ടതോടുകൂടി നേതാക്കൾ അത്തരത്തിൽ പണം തിരിച്ചു നൽകാൻ തയ്യാറായില്ല. വിവിധ നേതാക്കൾക്ക് പണം നൽകിയിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷിന് പണം നൽകിയിട്ടുണ്ട് എന്ന ആരോപണം. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.